10th സ്റ്റാൻഡേർഡ് മാത്സ് ഹാഫ് ഇയർലി ഇവാലുവേഷൻ 2023-24 ആൻസർ കീ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോർഡിനേറ്റ് ഈസ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ അത് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ആദ്യത്തത് 0 ആണെങ്കിൽ അത് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് ഇത് വൈ ആക്സിസിലാണ്, ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോൾ the distance between this point to the origin ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് 3 ആണ് എക്സ് വരിക, വൈ 0 അത് നമ്മുടെ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോൾ 0 to 3 ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവുക. ഇൻ ദ ഫിഗർ ആംഗിൾ സി ബി ഇ ഈക്വൽ ടു 105. ഫൈൻഡ് എ ഡി സി. എ ഡി സിയും 105 തന്നെ വരിക. ഫൈൻഡ് ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ എ ബി സി, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 ആണ് വരിക. ഇവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെ വരിക, ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 ആണ് വരിക. എ ഡി സിയും എ ബി സിയും ആഡ് ചെയ്താൽ 180, ഇത് ഓപ്പോസിറ്റ് ഉള്ളത് 180 ആയിരിക്കും. ഇതും സെയിം ആണ്. പിന്നെ അത് മാത്രമല്ല ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് ഇവിടെ 75 ആണ് വരിക. അപ്പോൾ ആ 75-നാണ് ഇവിടെയും വരിക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 ആണ്. 105-ൻ്റെ ഇത് നോക്കാം 180 ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അത് കൂടാതെ തന്നെ ലീനിയർ പെയർ എന്നുള്ളത് കൊണ്ട് ഇവിടെ 75 കിട്ടുകയും ചെയ്യും. In the figure, triangle PQR is a right triangle. What is length PQ? 1:3:2 ആണ്. അതിൽ ബന്ധമുള്ളത് കൊണ്ട് QRP എന്ന് പറയുന്നത് 60 ഡിഗ്രി, അതായത് √3ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് വരിക. അപ്പോൾ ഇവിടെ 60, ഇവിടെ 30, ഇവിടെ 90. All sides of a square pyramid are equal. Total sum of length of all its edges is 48 cm. Find base area and base area of the pyramid. ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ 8 എഡ്ജസ് ആണുള്ളത്. മൊത്തത്തിൽ മുകളിൽ 4 എണ്ണം, താഴെ 4 എണ്ണം, അങ്ങനെ മൊത്തത്തിൽ 8 എഡ്ജാണ് നമ്മുടെ സ്ക്വയർ പിരമിഡിന് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് 48/8 6 സെൻറ്റിമീറ്റർ ആണ്. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് ടു സൈഡാണ് വരിക, 36 ആണ് വരിക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. ഡ്രോ എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ഫ്രം എ പോയിൻറ്റ് 7.5 cm അവേ ഫ്രം ദ സെൻറ്റർ. ആദ്യം എന്ത് ചെയ്യുക, 3 cm ഉള്ള ഒരു സർക്കിൾ വരിക. എന്നിട്ട് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും 7.5 cm ഡിസ്റ്റൻസിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ലൈനിന് പെർപെൻഡിക്കുലർ വരിക. പെർപെൻഡിക്കുലറിൻ്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, സർക്കിൾ വരിക. ടാൻജൻറ്റ് വരയുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ആ സർക്കിൾ രണ്ടും ടച്ച് ചെയ്യുന്നത്, അതായത് ആദ്യം നിങ്ങൾ 3 cm സർക്കിൾ വരിക. ഒരു 7.5-ൽ ഒരു ലെങ്ത്ത് എടുക്കാം. എന്നിട്ട് ഇതിനെന്ത് ചെയ്യാം, ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മുകളിലും താഴെ ഇങ്ങനെ ആർക്ക് വരക്കാം. ഇവിടുന്നും അതേ അളവിൽ വരക്കുന്ന സമയത്ത് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടും. അവിടെ വെച്ചിട്ട് ഈ ലെങ്ത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങനെ സർക്കിൾ വരക്കാം. ഈ സർക്കിൾ കൂട്ടിമുട്ടുന്ന ഈ പോയിൻറ്റും നമ്മുടെ ഈ പുറത്തുള്ള പോയിൻറ്റും ഇതുപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് ടാൻജൻറ്റ് വരക്കാം. ആ ടാൻജൻറ്റിൻ്റെ നീളം അളന്ന് എഴുതണം. അടുത്തത് ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ABC 90 ഡിഗ്രി, ACB 45, AB 7 cm. നമുക്കറിയാം ഇവിടെ 45 ആയിരിക്കും, ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 7 ആയിരിക്കും, ഇവിടെ 7√2 ആയിരിക്കും. ഫൈൻഡ് AC എന്നുള്ളത് 7√2 ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സ്ക്വയർ ഈസ് ഡ്രോൺ വിത്ത് സൈഡ് AC, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഏരിയ കാണാൻ ഇത് സൈഡായിട്ടാണ് വരക്കുന്നത്. 7√2 ആണ് സൈഡ് ഉണ്ടാവുക. സ്ക്വയറിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ സൈഡ് ടു സൈഡാണ്. അപ്പോൾ 7√2 ഇൻറ്റു ചെയ്യുമ്പോൾ 7 7s are 49 വരും. √2 ഇൻറ്റു ചെയ്താൽ വെറും 2 വരും. അങ്ങനെ 98 കിട്ടും. ദ ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 10 cm ആൻഡ് ഇറ്റ്സ് ലാറ്ററൽ എഡ്ജ് 13 cm. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. സ്ലാൻഡ് ഹൈറ്റ് ആണ് √13² - y², 12 ആണ് കിട്ടുക. ഫൈൻഡ് ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2AL ആണ്. 2 × 10 × 12 240. In the figure, sides of rectangle PQRS are parallel to the axis. Write the coordinate of Q and S. Find the length of PQ. അപ്പോൾ ഇവിടെ നമുക്ക് കോർഡിനേറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളത് എളുപ്പമാണ്. കുത്തനെയുള്ള വരയിൽ x ഈക്വൽ ആയിരിക്കും, കുത്തനെയുള്ള വരയിൽ x ഈക്വൽ ആയിരിക്കും. നേരെയുള്ള വരയിൽ y ഈക്വൽ ആയിരിക്കും. 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. ഫൈൻഡ് PQൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 4-ന്ന് 9ലേക്ക് എത്തേണ്ടേക്കുള്ളത് 5 cm ഡിസ്റ്റൻസ് ആയിരിക്കും. എക്സ് മൂവ് ചെയ്യുന്നത് 4 to 9 ആണ്. അപ്പോൾ 5 cm. In an arithmetic sequence, the difference between 5th and 8th term is 12. What is the difference between 5th and 9th term?
അപ്പോൾ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ 3D ഈക്വൽ ടു 12 കിട്ടുമ്പോൾ 6D എന്ന് പറയുമ്പോൾ അതിൽ നേരെ ഡബിൾ എടുത്താൽ മതി. 3D എന്ന് പറയുമ്പോൾ 12 ആണ് കിട്ടുക. അതായത് 5th ഉം 8th ടേം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 8 5 കുറച്ചാൽ 3D ആണ്. 15 9 കുറച്ചാൽ 6D ആണ്. അപ്പോൾ 3Dൻ്റെ ഡബിളായ 6D 24 വരും. 11th ടേം ഓഫ് ദ സീക്വൻസ് 45 ഫൈൻഡ് ഇറ്റ്സ് 20th ടേം. 11th ടേം തന്നിട്ടുണ്ട്. 20th ടേം കാണാൻ 11th കൂടെ 11th ടേമിൻ്റെ കൂടെ 11 9 ആണ് 20. അപ്പോൾ 11th ടേമിൻ്റെ കൂടെ 9D ചേർത്താൽ മതി. 11th ടേം 45 ആണ്. അതിൻ്റെ കൂടെ 9D എന്ന് പറയുന്നത് ഇവിടെ 6 × 4 ആണ് 24 കിട്ടുക. അപ്പോൾ D 4 ആയിട്ടാണ് കിട്ടുക. ഇവിടെ 6D 24 ആകുമ്പോൾ D എന്ത് വരും? 24/6 = 4 എന്ന് കിട്ടും. പക്ഷെ നമുക്കിവിടെ D മാത്രമേ ഇത്ര വരെ 6D ആണ് ചോദിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് പിന്നെ ഇവിടെ D കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് D 4 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ 11th ടേമിൻ്റെ കൂടെ 90 കൂടെ ചേർക്കുമ്പോൾ 9D എന്ന് പറയുമ്പോൾ 9 4 36. അപ്പോൾ 81 ആണ് ആൻസർ വരിക. ഇൻ ദ ഫിഗർ കോർഡിനേറ്റ് ഓഫ് 3 വേർട്ടിക്സ് ഓഫ് എ പാരലോഗ്രാം ഗിവൺ. പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയും നമ്പേഴ്സ് അതായത് എക്സും ആഡ് ചെയ്യുക. 5 9 14. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 11 ആഡ് ചെയ്താലേ 14 വരുള്ളൂ. അടുത്തത് വൈ കോർഡിനേറ്റ് ആഡ് ചെയ്യുക. 8 6 14. ഇവിടെ 4 ഉണ്ട്. 4 10 14. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക? അടുത്തതിൻ്റെ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ളതിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും സെയിം ആയിട്ടുണ്ടാവും. ഇപ്പം 5 9 14 അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പം 7 വരും. പകുതിയാണ്. പിന്നെ 8 6 14 എന്ന് പറയുമ്പോൾ അത് 7 7 വരും. അത് നമ്മൾ ഇവിടെയാണെങ്കിൽ 3 11 14 അപ്പോൾ 7 വരും. അതിൻ്റെ പകുതി ആക്കും. 4 10 14 അതിൻ്റെ പകുതി 7. എങ്ങനെ ചെയ്താൽ നമുക്കത് 7 7 ആണ് വരിക.